വർക്കാണ്, കിട്ടുന്നവർ ഭാഗ്യവാന്മാർ. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ 3ാമത്തെ നിലയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് ഈ ഫ്രീ ഡ്രസ്സസ് കാര്യങ്ങൾ ഒക്കെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത്. ഇതെല്ലാം സെയിലുള്ളതല്ല കേട്ടോ, എല്ലാം ഫ്രീ ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും കൊടുക്കാനുള്ളതാണ്. ഒക്കെ ബ്രാൻഡായിട്ടുള്ള പുതിയ ഹൈ ക്വാളിറ്റി മെറ്റീരിയലുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. റിസപ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു മോഡല്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകണ്ട. ഞാൻ സെയിലിൻ്റെയോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല പറയാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ഫ്രീ ആയിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ള കുറേ ഡ്രസ്സുകളും കാര്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അവിടെ മറ്റേ കല്യാണ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ കാണിക്കുന്നത് കുറച്ച് ബ്രൈഡ്സിന് ഇടാൻ പറ്റുക, അതായത് തീരെ കഴിവില്ല നമുക്ക് ഡ്രസ്സ് വാങ്ങാനെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് വേറെ ആരെങ്കിലുമൊക്കെ ഒരു ദിവസം മാത്രം കല്യാണത്തിന് ഇട്ട ഡ്രസ്സുകളൊക്കെ ഉണ്ടാവില്ലേ, പിന്നീട് നമ്മൾ ആരും തന്നെ അത് വീണ്ടും ഇടാനോ കാര്യങ്ങളോ ഒന്നും ട്രൈ ചെയ്യില്ലല്ലോ. അങ്ങനത്തെ ഡ്രസ്സുകൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇടാൻ പറ്റിയ നല്ല നല്ല ഡ്രസ്സുകളാണ് ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം കേട്ടോ. ഇത് നല്ല അടിപൊളി ഹെവി വർക്കായിട്ടുള്ള ബ്രൈഡിന് ഇടാൻ പറ്റിയ റിസപ്ഷനോ അല്ലെങ്കിൽ കെട്ടാമോക്കിനോ ഒക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ കൂടെ അവർ ഇതെടുത്തതോ, ഇതിൻ്റെ കൂടെ അവർ നമുക്ക് വെച്ചിട്ടുള്ളത് ഷോളുണ്ട്. അതായത് ഇതിൻ്റെ തന്നെ ഡ്രസ്സുകളൊക്കെ നിങ്ങൾ കാണണം, എത്രത്തോളം നല്ല നല്ല ഡ്രസ്സുകളാണ് ഓരോരുത്തർ അയച്ചു തന്നിട്ടുള്ളതെന്ന് അറിയാം. ഇതിൻ്റെ തന്നെ ഷോളുണ്ട്, പിന്നെ ചുറ്റി കെട്ടാൻ അതിന് മാച്ച് ആയിട്ടുള്ള ഷോളുണ്ട്. ഉള്ളിൽ കുറച്ച് ഇതെന്താ സാധനം, അങ്ങനെ കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഫുൾ സെറ്റാണ് ഉള്ളത്. ഇതിനു മുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു റെന്റ് പോലെ, അതായത് പൈസ ഇല്ലാതെ അവർ യൂസ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരുന്ന പോലെയുള്ള ഒരു സംവിധാനത്തിനാണ് മുമ്പ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എടുക്കുന്നവർക്ക് അവർക്ക് തന്നെ സ്വന്തമായിട്ട് കൊണ്ടുപോവാം. പിന്നെ അവർക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം ഇതേപോലെ ആർക്കെങ്കിലും കൊടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ തിരിച്ചേൽപ്പിക്കാം. നമ്മൾ നിർബന്ധമൊന്നും പറയുന്നില്ല, പക്ഷെ അർഹതപ്പെട്ട ആൾക്കാരായിരിക്കണം എന്ന് മാത്രം. വെറുതെ ആരെങ്കിലും കല്യാണ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇടാൻ ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരരുത്. അർഹതപ്പെട്ട ഒരാളുടെ അവകാശത്തിന് ഹനിക്കുന്നതിന് തുല്യമായിരിക്കും കേട്ടോ. നമുക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ നിങ്ങൾ ജെന്വൻ ആണോ എന്നൊന്നും നോക്കാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം, ഇത് എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരും, എന്നെ മണവാട്ടിയാക്കി തരൂ, എനിക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റില്ല. നല്ല ഹെവി വെയിറ്റ് ആണ്, സുമാർ ഒരു 10-15,000 രൂപയെങ്കിലും ഈ ഡ്രസ്സിന് ഉണ്ടാവും. അവർ ഒരു പ്രാവശ്യം മാത്രം ഇട്ടിട്ടാണ് അർഹതപ്പെട്ട ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിൽ കാണിക്കുന്ന നമ്പറിൽ മാത്രം നിങ്ങൾ എൻക്വയറി ചെയ്യുക. എൻ്റെ ബിസിനസ് നടക്കുന്ന നമ്പറിൽ ദയവേത് ബുദ്ധിമുട്ടിക്കരുത്, അത് ബുദ്ധിമുട്ടാണ്. ഇതിന്ന് നമുക്കൊരു ലാഭമോ കാര്യമോ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ ബിസിനസ്സിൽ വന്നിട്ട് നിങ്ങൾ അനാവശ്യമായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ എൻക്വയറി ചെയ്യുന്ന സമയത്ത് സ്റ്റാഫിന് അത് ബുദ്ധിമുട്ടാണ്, ടൈം പോകുന്നതാണ്. അപ്പോൾ സഹകരിക്കണം കേട്ടോ. നല്ല അടിപൊളി സെറ്റാണ് ആർക്കെങ്കിലും. പിന്നെ ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചതിൻ്റെ തെളിവുകൾ നിങ്ങൾ സ്റ്റാഫിനെ കാണിക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ കല്യാണ പത്രികയുടെ കോപ്പി, അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ കാണിച്ചു കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരും. ആർക്കും തന്നെ നേരിട്ട് വന്ന് നോക്കി സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഇത് ഞാനിതിൽ വെച്ചിട്ടില്ല. കാരണം ഇതെൻ്റെ വീട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഇപ്പം എനിക്ക് ഒരു റെൻറ്റ് കൊടുത്തിട്ട് ഒരു ഓഫീസോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഒട്ടും അഹങ്കാരമായിട്ട് വിചാരിക്കരുത്. എനിക്ക് ഒട്ടും താല്പര്യമില്ല പുറമേ നിന്നുള്ള ആൾക്കാർ നമ്മുടെ വീടും പ്രൈവസിയും ഒക്കെ ഇതാണെന്ന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. മക്കളും കുട്ടികളായിട്ട് പാവായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കല്ലേ, ഒന്ന് പരിഗണിച്ചേക്കാം. ഓക്കെ, അടുത്തൊരു ഡ്രസ്സ് ഈ ഒരു കളറിലുള്ളതാണ്. ഇതിനെല്ലാം തന്നെ ഷോള് എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സൈസ്, പിന്നെ ഒരു പ്രശ്നം, സൈസ് നമുക്ക് ചൂസ് ചെയ്യാനൊന്നും പറ്റൂല. അത്യാവശ്യം ചിലപ്പോൾ മെലിഞ്ഞ കുട്ടികളായിരിക്കാം, ചിലപ്പോൾ തടിയുള്ളവരായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് പറഞ്ഞാൽ അതിന് പറ്റിയ പോലെയുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഓവർ സൈസ് ആണ്, അവർക്ക് കൊണ്ടുപോയിട്ട് ഓൾട്ടറേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്ത് ഇടാം. പിന്നെ ഇത് ലെഹങ്കാസ് ആണ് കേട്ടോ. വാവ്, നല്ല വർക്കുണ്ട് ഗൈസ്. ഈ ഒരു കളറ്
ഞാൻ ചുമ്മാ പറഞ്ഞാണ് കല്യാണം പെണ്ണ പോലെ കാണിക്കാൻ ശരിക്കും കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പുതിയ താത്താണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന പുതിയ ആളാണ്. പിന്നെ ബാക്കിൽ ക്യാമറാമാനായിട്ട് നമ്മുടെ എപ്പോഴുള്ള അനീഷയാണ്. ഇത് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമുക്കിത് ഇവിടെ ഇങ്ങനെ ഇടാം. അടുത്തത് റിസപ്ഷൻ പോലെയുള്ള പരിപാടിക്ക് അല്ലെങ്കിൽ മൈലാഞ്ചിക്കൊക്കെ ഇടാൻ പറ്റുന്ന പോലെയുള്ള ഒരു ഫുൾ ഗൗണാണ്. ഇതൊന്നും അവർ ശരിക്കും യൂസ് ചെയ്തിട്ടേ ഇല്ല എന്ന് വേണം പറയാൻ. 1-2 പ്രാവശ്യം മാത്രം ഇടായിരിക്കും. സന്മനസ്സുള്ളത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇത് കൊടുക്കുന്നത് കേട്ടോ. അലമാരയിൽ വെറുതെ വെച്ചിരിക്കേണ്ട, ആരെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് തരുന്നതാണ്. സോ ഈ തന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഞാൻ ഇതിൽ ജസ്റ്റ് ഒരു മീഡിയേറ്റർ ആയിട്ട് മാത്രമാണ് നിൽക്കുന്നത്. എനിക്കിതിൽ കാര്യമായിട്ടുള്ള റോള് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഈ സാധനങ്ങളെല്ലാം തന്നെ നല്ല വെയിറ്റാണ്. നമ്മൾ ഈ കൊറിയർ അയക്കുമ്പോൾ അത്യാവശ്യം നല്ല ചാർജ് വരുന്നുണ്ട്. അതുകൊണ്ട് കൊറിയർ ചാർജ് നിങ്ങൾ എടുക്കണം കേട്ടോ. ഇപ്പോൾ തൽക്കാലം എനിക്കത് പ്രൊവൈഡ് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കുന്നതല്ല. സോ കൊറിയർ ചാർജ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ട് ഈ സാധനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. പിന്നെ അടുത്താണ്, പാലക്കാടാണ്, വീട്ടിലേക്ക് വന്നോട്ടെ എന്നുള്ളത് ദയവേത് ചോദിക്കരുത്. എനിക്കതൊരു ഇൻസെക്യൂരിറ്റി ആയിട്ട് ഫീൽ ആവുന്നുണ്ട്. നമ്മുടെ പ്രൈവസീനെ അത് ബാധിക്കും. എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കൂല. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള കുറച്ച് സമയത്ത് ചിരിച്ച ഫേസ് ആയിരിക്കില്ല വീട്ടിൽ ഫുൾ ടൈം ഉണ്ടാവുക. ചിലപ്പോൾ ഞാൻ മോങ്ങിയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ പുറത്തുനിന്ന് ആൾക്കാർ വരിക, പിന്നെ നമ്മുടെ അഡ്രസ് ലീക്ക് ആവുക എന്നുള്ള പ്രോബ്ലംസ് ഉണ്ടാവുകൊണ്ട് അടുത്താണ് വന്നോട്ടെ എന്നുള്ള ചോദ്യം നിരോധിച്ചിരിക്കുന്നു ഗൈസ്. നല്ല രസമുണ്ട് കേട്ടോ. ഇതെന്ത് മോഡലാണ്? അയ്യോ, പാകിസ്ഥാനോ? നല്ല രസമുണ്ട്. എനിക്ക് ഇത് വേഗം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അടുത്ത താഴെ വേറെ എൻ്റെ വരുമാനത്തിൻ്റെ മാർഗമായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകാനും വേണ്ടിയിട്ട്. ഇനി ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടണം. ഞാൻ ഈ എല്ലാ മോഡലൊന്നും ഇതിൽ കാണിക്കുന്നില്ല, ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് വെറുതെ അല്ല കുറച്ച് എന്നെ കൊണ്ട് പറ്റിയ സംഭവങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് എല്ലാം കാണിക്കാൻ നിന്നാല് വൈകുന്നേരം തീരില്ല. അപ്പോൾ പറ്റുന്ന ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ടില്ലേ? സാധാരണ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ പ്രൊമോഷൻ വർക്കിനൊക്കെ പുറത്തേക്ക് പോകുന്ന സമയത്താണ്. ഇത് പ്രൊമോഷൻ ഒന്നുമല്ല. സോ സഹകരിക്കാം. വെയിറ്റ് ഉണ്ടല്ലേ നല്ലോണം, നല്ല ഹെവി. ഇതിൽ ഏതൊക്കെയോ എൻ്റെ നാത്തൂന്മാരുടെ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല പ്രൈസിന് വാങ്ങിച്ച ഡ്രസ്സുകളാണ്. വീഴും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറഞ്ഞ കൊറിയർ ചാർജ് ഭയങ്കര ആവും. എല്ലാം കൂടെ കൊറിയർ ചാർജ് അയക്കാൻ നോക്കിയാൽ കമ്പനി കൂട്ടും. കമ്പനി കൂട്ടരുതല്ലോ, നിലനിൽപ്പ് വേണമല്ലോ. നല്ല വെയിറ്റ് ഉണ്ട്, 5 പോരാ. അത് വെച്ച് നോക്കണ്ട. നമുക്ക് വേറെ കുറച്ച് നല്ല മോഡൽസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട്. ഇതൊരു 20 കിലോ ഉണ്ടാവും തോന്നുന്നുണ്ട് അല്ലേ? അത്രല്ല, ഒരു 10. കൈ ക്യാമറയിൽ നിന്ന് മാറ്റി കറക്റ്റ് ക്യാമറയിൽ കൊണ്ട് കൈ ഇപ്പൊ ഓക്കെ 2x ആയതുകൊണ്ടാണ്. ഇപ്പൊ കാണൂലേ? ഈ ഡ്രസ്സ് നല്ല അടിപൊളി, നല്ല വെയിറ്റ് ഉള്ള, നല്ല വർക്കുള്ള അടിപൊളി ഒരു ഡ്രസ്സാണ്. നല്ല ഹെവി വർക്കാണ്. കിട്ടുന്നവർ ഭാഗ്യവതികൾ. സോറി. അതിൻ്റെ ബ്ലൗസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വർക്കുണ്ട്. ബാക്കിൽ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് എല്ലാം കൂടെ ഒന്നിച്ച് പിടിക്കാനായിട്ട് പറ്റില്ല. ആവശ്യക്കാർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുമോ. ഇനി അഥവാ നിങ്ങൾ ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് അങ്ങനെ വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വെക്കാം. പക്ഷെ അപ്പം ചിന്തിക്കണം, നമുക്ക് ഇതുപോലെ ആരോ ഒരാൾ കൈമാറി തന്നതാണെന്നുള്ളത്. ഞങ്ങൾ തന്നെ തിരിച്ചേൽപ്പിക്കണം എന്നൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഡ്രസ്സൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾക്ക് നേരിട്ട് തന്നെ കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഇത് റിസപ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു മോഡൽ. കല്യാണത്തിന് തന്നെ ഇടുന്നില്ല, കല്യാണത്തിന് ഇടാം. നല്ല, എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടമാണ്. ലാസ്റ്റ് നോക്കിയിട്ട് ആസ്വദിച്ച് ചിരിച്ചോണ്ടിരിക്കും. ഇപ്പോൾ ക്യാമറ പിടിച്ചിരിക്കുന്നത് നമ്മുടെ സീനത്താത്തയാണ് ഗൈസ്. ക്യാമറയുടെ പുറകിൽ സീനത്താത്ത. അനീഷ താഴേക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോയിരിക്കണം.
മുഹൂർത്ത സമയം മുഹൂർത്തോ? 11:30. മുഹൂർത്തൊക്കെ കഴിഞ്ഞ് തലി തട്ടിട്ട് വന്നാലും ക്യാമറയിൽ പിടിക്കും. പിടിക്കും ഞാൻ. ഇത് കുറച്ച് ചെറിയ സൈസാണ്. ആ അങ്ങനെ നമുക്ക് എങ്ങനെയും നിങ്ങൾ എങ്ങനെയും തീരുമാനിക്കുന്ന പോലെ നടക്കില്ല. ഒരു ബ്രൈഡൽ ഷൂട്ടിന് പോയൊരു ഫീലൊക്കെ ഉണ്ട്. കുറച്ച് നല്ല മെലിഞ്ഞ പെൺകുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ. ഞാൻ ഇത്രയൊക്കെ സൈസ് ഉണ്ടായിരുന്നുള്ളൂ. ഇവര് പുറകിൽ കമന്റ് അടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇത് പറയുമ്പോ നമ്മൾ മറ്റേ അനീഷാന്റെ ആ രോദനം കേൾക്കൂ ഗൈസ്. അതായത് ചാരിറ്റി ആണെങ്കിലും നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോ ഉപയോഗിക്കാൻ പറ്റുന്നത് കൊടുക്കുക. നിങ്ങളുടെ വീട്ടിലെ ഡ്രസ്സുകൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ ആരും അയക്കരുത്. നമുക്കത് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞങ്ങളത് ഇവിടുന്ന് ഒഴിവാക്കേണ്ടി വരും. അതുകൊണ്ട് നല്ല ഡ്രസ്സുകൾ മാത്രം. അതായത് ഈ ഒരു ബ്രൈഡൽ ഡ്രസ്സ് മാത്രമല്ല, വേറെയും വീട്ടില് കുറച്ച് മാത്രം ഉപയോഗിക്കുമ്പോഴേക്കും തടി വെക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. നല്ല ഡ്രസ്സുകൾ അയക്കാന്ന് പറഞ്ഞിട്ട് അയച്ച ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല നല്ല ഡ്രസ്സുകൾ അയച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ശരിക്കും അവരവരുടെ കല്യാണ ദിവസം മാത്രം ഇട്ടിട്ടുള്ളൂ എന്ന് കേട്ടാലും കണ്ടാലും തോന്നുന്നു. സ്മെല്ലൊന്നുമില്ല. നല്ല ഡ്രസ്സ്, നല്ല നീറ്റായിട്ട്, ഒരുപാട് പേര് ഒരുപാട് നീറ്റായിട്ട് ക്ലീൻ ആയിട്ട്. അത് മാത്രമല്ലാതെ ആ വളൻ്റെ സെറ്റപ്പ് ഈ ഡ്രസ്സുകളുടെ കൂടെ അവരിട്ട ജ്വൽസ് വരെ നമുക്ക് അയച്ചെന്ന ആൾക്കാരുണ്ട്. അവരോട് ഒരുപാട് താങ്ക്സ് പറയുന്നു കേട്ടോ. അത്രയും നല്ല മനസ്സുള്ളതുകൊണ്ടാണ് അവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കണ്ടില്ലേ, വള, മാല, എല്ലാം, കമ്മല് എല്ലാം അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. കുറച്ചോൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു പാർട്ടി വെയർ. അപ്പോൾ ഈ ഡ്രസ്സുകൾ അയക്കുന്നതിൻ്റെ കൂടെ നോർമൽ ഡ്രസ്സസും അയച്ച ആൾക്കാർ ചിലർ അടുക്കളയിലത്തെ വേസ്റ്റ് തുണി വരെ അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഡൈപ്പേഴ്സ്, അതായത് യൂസ് ചെയ്ത ഡൈപ്പേഴ്സ് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതൊന്നും വേണ്ടാന്ന് തോന്നുന്നു. എല്ലാവരും ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യൂലല്ലോ. പിന്നെ കുറേ പഴംതുണി പോലത്തേക്ക് അങ്ങനെയൊന്നും അയക്കരുത് കേട്ടോ. നമുക്കത് ബുദ്ധിമുട്ടാവും. ആർക്കും നമുക്ക് കൊടുക്കാനും പറ്റൂല. ഇതിവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ല രസം, ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ത്രെഡ് വർക്ക് ഉള്ളത് നല്ല ഭംഗിയുണ്ടേ. അയ്യോ, എനിക്ക് ഷോള് നല്ല ഇഷ്ടമായി. എന്റെ ഷോള് ശരിയല്ലേ? ഷോള് ഒരു സൈഡ് ബാക്കിൽ നിന്ന് അപ്പൊ അടുത്തത് ചെറിയ പിള്ളേർക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സുകളും കുറേ ഇവിടെ ഉണ്ട്. പിന്നെ ഈ അട്ടപ്പെട്ടി നിർത്തരുതാത്ത ഇവിടെ വെച്ചാൽ മതി, ഞാൻ എടുക്കാം. ഇതുപോലെയുള്ള ഉടുപ്പുകൾ കുട്ടികളുടെ സൗണ്ട് ഉണ്ടാക്കണ്ട. സൈസ് പെട്ടെന്ന് മാറുന്നതുകൊണ്ട് 1-2 പ്രാവശ്യമൊക്കെ ഇട്ട ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും. നല്ല ഡ്രസ്സായിരിക്കും. അങ്ങനെയുള്ള അയച്ചെന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനും ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യുക. ഒരു ഫോട്ടോ അയച്ചു തരും. സൈസ് ഏകദേശമൊക്കെ പറയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അടുത്തത് ഒരുപാട് പഴകിയത്, ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പഴകിയതൊന്നും അയക്കരുത്. നമുക്കും അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റൂല. അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ ചിലത് ഇവിടെ ഇങ്ങനെ ചെറിയ കറയൊക്കെ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടേ തരുള്ളൂ. ഫോട്ടോ കാണിച്ചിട്ട് ഒന്ന് അലക്കി കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളായിരിക്കും കേട്ടോ. ആരും ഇതിനെ കുറച്ചിലായിട്ടോ മോശമായിട്ടോ കരുതണ്ട. അങ്ങനെ കരുതുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് വാങ്ങാനുള്ള അർഹത ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും പുറമേ നല്ല രീതിക്ക് ജീവിക്കുന്നവരാണെങ്കിലും ഡ്രസ്സിനൊന്നും ഒരുപാട് പൈസ ഒന്നും ചിലവാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഇതൊക്കെ പുതിയതാണ്. ഇനി അടുത്തത് ഇത്ര നേരം നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് കാണിച്ചതെങ്കിൽ പുതിയത് ഒരുപാടുണ്ട്. ഷോപ്പ് ഒഴിയുമ്പോൾ കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരുപാട് പേര് അയച്ചു തന്നതുണ്ട്. ഇതെന്താണെന്നൊന്നും ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. വരുന്നത് ഇത് ചുരിദാർ സാരിയാണ്, ഷോളോ സാരിയോ ഇങ്ങനെ എന്തോ ആണ്. ഇതൊക്കെ പിരിച്ച് നോക്കിയിട്ട് അവർ പറയും. ഇത് വന്നിട്ട് കുട്ടികളുടെ ഡ്രസ്സാണ്. ഇതിൽ 2 ഡ്രസ്സ് ഉണ്ട്. ഇതെല്ലാം നല്ല പുതിയതാണ്. ഷോപ്പിൽ നിന്ന് നമ്മൾ നേരിട്ട് പോയി എടുക്കുന്ന പോലെയുള്ള ടാഗ് പോലും പൊട്ടിക്കാത്ത
ഡ്രസ്സുകളാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം തന്നെ ഇതിലൊരു 3-4-5 ഒക്കെ ഉണ്ട്. ഓ നല്ല അടിപൊളി ഡ്രസ്സ്. ബനിയൻ മെറ്റീരിയലിന്റെ പുതിയതാണ്. ടാഗ് പോലും കളഞ്ഞിട്ടില്ല. പുതിയത് വൈറ്റ് ഡ്രസ്സ്, നല്ല ഡ്രസ്സുണ്ട്. ഇതും പുതിയതാണ് കേട്ടോ, ഫ്രോക്കാണ്. ഞാൻ കവർന്ന് പുറത്തെടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പുതുമ നഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊരു കോട്ടൺ സാരിയാണ്, തീരെ വെയിറ്റില്ല. ടോപ്പ് പുതിയതാണ്. ടോപ്പ് ചെറിയ കുട്ടികൾക്ക് ഇടാൻ പറ്റിയതാണ്. ഞാൻ എല്ലാം വലിച്ചിട്ട് ഇവരെയും ബുദ്ധിമുട്ടിക്കണ്ട, വാങ്ങുന്ന ആൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന വേണ്ടതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം. പുതിയ തന്നെയാണ്. വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന പോലെയുള്ള ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഒരു ബനിയനാണ് കേട്ടോ. എനിക്ക് അലർജിയുടെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ മൂക്ക് ദിവസം തുടങ്ങി ഡ്രസ്സിൻ്റെ പൊടിയൊക്കെ വന്നിട്ട്. പുതിയതാണ്, ചെറിയ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഫ്രോക്കാണ്. പിന്നെ ഒരു തുണിക്കട തുടങ്ങാനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഉണ്ട് കാര്യം. പിന്നെ ഞാൻ വേറെ സെയിൽ ചെയ്തിട്ടാ താഴെ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഷെല്ലും. പിന്നെ നൈറ്റികളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, നിങ്ങൾക്ക് എന്താണോ ഇല്ലാത്തത്, എന്തിനു വേണ്ടിയിട്ട് ഇല്ലാതെ വിഷമിച്ചിരിക്കണോ അവർക്ക് കോണ്ടാക്ട് ചെയ്യാം. പിന്നെ ഇതെല്ലാം തന്നെ നിസ്കാര കുപ്പായമാണ്, പുതിയതാണ്. നമുക്ക് മുമ്പ് കൊടുത്തതിൽ കുറച്ച് ബാലൻസ് വന്നിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. നിസ്കാര കുപ്പായം തീരെ പഴകിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും നമുക്ക് എത്തിക്കാനായിട്ട് പറ്റൂല, പക്ഷെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ പറഞ്ഞു, ഞാനിതിലൊരു മീഡിയേറ്റർ മാത്രമാണ്. എനിക്ക് പ്രത്യേക വേറെ വലിയ സ്ഥാനമാനങ്ങളോ റോളോ ഒന്നുമില്ല. എൻ്റെ കുറച്ച് സമയവും എൻ്റെ സ്പേസ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം തന്നെ നിസ്കാര കുപ്പായങ്ങളാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫുള്ളി കവേർഡ് ആയിട്ടുള്ള 1 പീസ് ആയിട്ടുള്ള നിസ്കാര കുപ്പായമാണ്. വേണ്ടവർ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ നമ്പറിൽ മാത്രം കോണ്ടാക്ട് ചെയ്യാം. നമ്മുടെ ബിസിനസ് നമ്പർ ദയവ് ചെയ്ത് കോണ്ടാക്ട് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. ജീവിക്കാൻ തുടങ്ങുന്നത് ഫുള്ളി ഞാനൊരു സോഷ്യൽ വർക്കറാണ്. ഞാൻ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല. എൻ്റെ കുറച്ച് സമയം ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഏതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു നിസ്കാര കുപ്പായം. ഒരൊറ്റ പീസിലാണ് വരിക. പുള്ളി കാര്യങ്ങളൊന്നുമില്ല, പ്ലെയിൻ ആണ്, നല്ല മെറ്റീരിയലാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ കേട്ടോ. തന്നെ പുതിയ ഐറ്റംസിലുള്ളതാണ്. കുറേ ഉണ്ട് കേട്ടോ പുതിയ സാധനങ്ങൾ. ഇതുപോലെ ആരെങ്കിലുമൊക്കെ പുതിയ ഇതുപോലെ ഷോപ്പ് എന്തെങ്കിലും ഒഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഏൽപ്പിക്കാം. പക്ഷെ ഏൽപ്പിക്കേണ്ട അടുത്ത സ്ഥാനത്ത് എനിക്ക് പ്രശ്നം, എൻ്റെ ഡ്രസ്സ് കൊടുക്കുന്നത്. പിന്നെ പഴയ വീട്ടിലത്തെ അഡ്രസ്സ് കൊണ്ട് പിന്നെ അവിടെ നിന്ന് പോയി കളക്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു 2-3 ടോയ്സും കൂടി ഉണ്ട് കേട്ടോ. തോന്നുന്നുണ്ട് പിന്നെ റൈസർ ഉണ്ട്. റൈസർ നോയിക്കോ, ഒരുപാട് പേര് വരും. നമുക്കിവിടെ ഹാങ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ. അതൊക്കെ ആക്കണമെങ്കിൽ വീണ്ടും കുറേ പൈസ ഇതിലേക്ക് മുടക്കേണ്ടി വരും. അതുകൊണ്ടിപ്പോൾ നമ്മുടെ ജനലുകളാണ് ഹാങ്ങറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൂടുതൽ ഇനി ഡ്രസ്സുകൾ വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു സ്റ്റാഫിനെ മാറ്റി വെച്ച് പിന്നെ തുടരും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഒഴിവാക്കിയിട്ട് അല്ലാഹു അക്ബർ നല്ല സമാധാനത്തിലായിട്ട് ഇരിക്കുക. റിസ്ക്കാണ്, ഭയങ്കര റിസ്ക്കാണ്. നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയാനും കുറ്റപ്പെടുത്തൽ ഇതാക്കാനും വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വരും. ഇപ്പോൾ ഇതിൽ തന്നെ ഈ വീഡിയോയിൽ തന്നെ എന്ത് കുറ്റം പറയാം, എങ്ങനെ വേദനിപ്പിക്കാമെന്ന് ആലോചിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അത് നല്ല രസമല്ലേ. ഇതിനൊരു ഹാങ്ങർ തരുമോ? അപ്പോൾ സമാധാനം വേണം ഗൈസ്, സമാധാനം നേരിയുള്ള യാത്രയിലാണ്. ഇപ്പോൾ ഹാങ്ങർ കഴിയാൻ വഴിയില്ലല്ലോ, അതിന്റെ അടിയിലുണ്ട് കുറേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നല്ലൊരു കാര്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആർക്കെങ്കിലും ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഡ്രസ്സുകൾ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ ഹാങ് ചെയ്യാം. ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക, നമ്മൾ അതിനുള്ള ഡീറ്റെയിൽസ് തരാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് ഈ ഓരോ ഡ്രസ്സിന് ചിലപ്പോൾ അതിൻ്റെ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല കൊറിയർ ചാർജ് വരും. അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഇപ്പോൾ
ബാക്കിയില്ല ഗൈസ്. ഫണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫണ്ടൊക്കെ ആകുമ്പോൾ നമുക്ക് അത് പ്രൊവൈഡ് ചെയ്തിട്ട് അവർക്ക് ഇതാക്കി കൊടുക്കാം. പിന്നെ നമ്മളൊരു സ്ഥാപനം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വീട്ടിന് വേണ്ട അല്ലെങ്കിൽ ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ആരെങ്കിലുമൊക്കെ ഡൊണേഷൻ കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാനും, പിന്നെ അതുപോലെ വയസ്സായ സ്ത്രീകളെയും ഭർത്താക്കന്മാർ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി എന്ന് തോന്നുന്ന ആൾക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന പോലെയുള്ളൊരു സ്ഥാപനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് സ്ഥലത്തിൽ അവിടെ തന്നെ ഒരു വലിയൊരു സ്ഥാപനമാണ്. അപ്പോൾ അവിടേക്ക് എല്ലാവർക്കും നേരിട്ട് പോയി ഇതുപോലെയുള്ള സംഭവങ്ങൾ നേരിട്ട് നോക്കാനും സെലക്ട് ചെയ്തെടുക്കാനും, പിന്നെ അതുപോലെ നമ്മുടെ കിറ്റുകൾ, പിന്നെ പാത്രങ്ങൾ, അങ്ങനെ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു സ്ഥാപനമാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനും കുറേ ഫണ്ടിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ചെറുതായിട്ട് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബിൽഡിങ് കെട്ടാനും വേണ്ടിയിട്ടുള്ള പ്ലാന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ പിന്നെ നേരിട്ട് നിങ്ങൾക്ക് അവിടെ പോകാനും വരാനും ഒക്കെ പറ്റും. ഇത് വീടായതുകൊണ്ടാണ് ഇത് ചെയ്യാനായിട്ട് പറ്റാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെയൊക്കെ പങ്കാളി ആവണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാം. ഈ ഡ്രസ്സ് നല്ല ഡ്രസ്സുണ്ട് അല്ലേ? സെയിം ട്വിൻസിനൊക്കെ കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ നേരത്തെ കാണിച്ചില്ലേ, അതിൻ്റെ ഏകദേശം സെയിം കളറിൽ നല്ല അടിപൊളി ഒരു മോഡലാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളി. ഇപ്പം എല്ലാം തന്നെ ഫ്രീ ആണ്. ഓൺലി കൊറിയർ ചാർജ് മാത്രമാണ് നമ്മൾ ഇതിൽ നിന്നും ഈടാക്കുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണുന്നത് ഇൻഷാല്ലാ. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇത് വന്നിട്ട് നമ്മുടെ വീടിൻ്റെ 3ാമത്തെ നിലയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് ഈ ഫ്രീ ഡ്രസ്സസ് കാര്യങ്ങൾ ഒക്കെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തൊരു റൂമിലേക്കാണ് പോകുന്നത്. ആ റൂമിൽ നമ്മുടെ ലഞ്ച് ബോക്സ്, പിന്നെ നമ്മുടെ ജ്വല്ലറീസ് വിൽക്കാനുള്ളത്, എൻ്റെ ഓൺലൈൻ സെയിലിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എല്ലാം തന്നെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു റൂമിലാണ് കേട്ടോ. ലഞ്ച് ബോക്സ്, ലൈറ്റർ, പിന്നെ ഇനിയിപ്പോൾ പുതിയതായിട്ട് നമ്മൾ ബദാം പിസിൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സാധനമാണ്. ഈ നോമ്പിനൊക്കെ നമുക്ക് വയറിനൊക്കെ തണുപ്പിക്കാനും ഹെൽത്ത് വൈസ് എല്ലാം കൊണ്ടും നല്ലൊരു സംഭവമാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പ്രീ ഓർഡർ കൊടുത്തോട്ടാ. ഇപ്പോൾ ഈ ഒരു റൂമെന്ന് അങ്ങനെയും നമ്മൾ പുറത്തേക്ക് വന്നാൽ ഇവിടെ ഇരുന്നിട്ടാണ് അനീഷ ഓർഡർ കാര്യങ്ങൾ ഒക്കെ എടുക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമ്മുടെ വീടിൻ്റെ ആദ്യത്തെ പെയിൻറ്റിൻ്റെ കളറാണ് കേട്ടോ. ഇവിടെ നിന്ന് നേരെ നമ്മളിത് താഴേക്ക് പോകും. അവിടെ നമ്മുടെ വീട്, നമ്മുടെ റൂം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ, ടയർഡായി. ഞാൻ അവിടെ ഇനി വേറെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഓക്കെ, ശരി.